ഹായ് കൂട്ടുകാർ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് കാലത്ത് പൂരിയും അതുപോലെ തന്നെ വെള്ളക്കടല ചന മസാലയാണേ. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം, എല്ലാവർക്കും പൂരി ഇഷ്ടമല്ലേ? അപ്പോൾ നമ്മൾ ഹെൽത്ത് വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കില്ല, ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ തന്നെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. പിന്നെ കടലയായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ മനസ്സ് ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേകത തന്നെയാണ് അല്ലേ? ഇഷ്ടം കൊണ്ട് ചെയ്യുമ്പോൾ, നമ്മൾ ഇഷ്ടമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരു സന്തോഷം വേറെ തന്നെയാണ്. ഓരോരുത്തർക്കും ഇഷ്ടങ്ങളുള്ളതനുസരിച്ച് നമ്മൾ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുമ്പോൾ അവരുടെ മനസ്സും അതുപോലെ തന്നെ അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം തന്നെ അല്ലേ? അപ്പോൾ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. വെള്ളം കയറിയതാണ്, മധുരത്തിരി കുറവായിരുന്നു. എന്നാലും അതൊന്നും അവിടെ വരട്ടി വെച്ചു. ഇനി കുട്ടികളൊക്കെ ഓണത്തിന് വരുമ്പോൾ എടുക്കാമല്ലോ. പിന്നെ പാവപ്പെട്ടവരുടെ മീൻ എന്ന് പറഞ്ഞ പോലെ അയിലയും മത്തിയൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഫിഷ് മോളി ഉണ്ടാക്കാം അയില കൊണ്ട് കേട്ടോ. ഇപ്പം പാവപ്പെട്ടവരുടെ മീൻ എന്ന് പറയാൻ പറ്റില്ല, അയിലയ്ക്കും മത്തിക്കും നല്ല വില തന്നെയുണ്ട്. അപ്പം ഞാൻ എന്തായാലും ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കണം. പട്ട ഞാൻ കഷ്ണങ്ങളാക്കി, 4 ഏലക്ക, 4 ഗ്രാമ്പു, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, ഇതെല്ലാം ഇട്ടൊന്ന് പൊട്ടിച്ചു കേട്ടോ. അതിന് ശേഷം നമ്മൾ പച്ചമുളക്, 2 പച്ചമുളക് ഞാൻ എടുത്തിറക്കുന്നത്, എരിവനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. പച്ചമുളക് അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തു. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തു. ഒരു 5-8 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുക ചെയ്തത് ഞാൻ കേട്ടോ. അല്ല നിങ്ങൾ അരിഞ്ഞിട്ട് കൊടുക്കുക വെച്ചാൽ അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഒരു പ്രത്യേകം മണം വരുമല്ലോ അല്ലേ, ഇങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് വരുമ്പോൾ. ഇനി നമ്മളിതിലേക്ക് ഒരു സബോള ഞാൻ നല്ല മെലീസായിട്ട് അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സബോള ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 2 സബോള, വലിയ സബോള വെച്ചാൽ ഒരെണ്ണം മതി, ചെറുതാച്ച 2 എടുത്തോളൂ. അപ്പോൾ ഈ സബോള അതിലേക്ക് ചേർത്തു, ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലും അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ സബോള ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓർമ്മ വന്ന ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില തന്നെ ഇട്ട് കൊടുക്കുക വെച്ചിട്ട് ഞാൻ വേഗം പോയി 2 തണ്ട് കറിവേപ്പില അതിൻ്റെ മുകളിൽ നിന്ന് പൊട്ടിച്ചിട്ട് വന്ന്, കറിവേപ്പിൻ്റെ മുകളിൽ നിന്ന് പൊട്ടിച്ച് വന്ന് അതും ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉപ്പും സബോളയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുകയാണ്. അല്ലാതെ ഗോൾഡൻ കളറായിട്ട് വരുന്നവരൊന്നും വഴറ്റി കൊടുക്കൊന്നും വേണ്ട. ഒന്ന് സബോളയൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും. കുരുമുളക് നിങ്ങൾ ചതച്ചിട്ട് വെച്ചാൽ അങ്ങനെ ഇട്ടോളൂ കേട്ടോ. ഞാൻ ചതയ്ക്കാനൊന്നും നിന്നില്ല, ഞാൻ പൊടി തന്നെയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതിലേക്കൊക്കെ ഈ ഫിഷ് മോളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുരുമുളക് ചതച്ചിട്ട് കൊടുക്കുക ചെയ്യാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുരുമുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് അതിൽ അങ്ങനെയൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നാളികേരപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് നമ്മൾ ഫിഷ് മോളി എന്ന് പറയുമ്പോൾ മുളക് പൊടി ചേർക്കില്ല. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഈ പച്ചമുളകും അതുപോലെ ചേർക്കുന്ന കുരുമുളകിൻ്റെയും എരിവാണ് ഇതിലേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ അത് നല്ലപോലെയൊക്കെ ഇളക്കി കൊടുത്ത് പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം നാളികേരപ്പാൽ നമ്മൾ തയ്യാറാക്കിയെടുക്കണം. 1-ാം പാലും 2-ാം പാലും തയ്യാറാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു തക്കാളി എടുത്തേക്കുന്നത്, ആ തക്കാളി ഇതുപോലെ വട്ടനെ നുറുക്കിയതിന് ശേഷം അതിന് 3-4 കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം വീണ്ടും ഒന്ന് കുറച്ച് സമയമൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ വേണമെങ്കിൽ വേവിക്കാം. പിന്നെ അങ്ങനെ ഇളക്കി കൊടുത്തു. അതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വെന്ത് വന്നോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നാളികേരപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു 1-ാം പാലും 2-ാം പാലും റെഡിയാക്കിയിട്ടുണ്ടാവണം. പിന്നെ ഈ ഫിഷ് മോളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നാളികേര പൗഡർ മേടിക്കാൻ കിട്ടില്ലേ, ആ നാളികേര പൗഡർ മേടിക്കാൻ കിട്ടുന്നത് നല്ലതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, തിക്നെസ് കിട്ടാനായിട്ട്. അപ്പോൾ 2-ാം പാലെടുത്തത് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. 1-ാം പാൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് വരെ നിന്നു. തിളച്ച് വന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച അയില അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടി അയിലകളാണ്, അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ അതൊക്കെ നന്നായി ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴത്തേനും അയിലൊക്കെ വെന്ത് വരുമല്ലോ. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഈ സമയം വിനാഗിരി ഉണ്ടല്ലോ, വിനാഗിരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടപ്പിലൊരു പകുതി അടപ്പോളാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ നാളികേരപ്പാൽ തിളച്ചിട്ടാണല്ലോ കിടക്കുന്നത്, അതിലേക്ക് നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വിനാഗിരി നമ്മൾ ചുറ്റിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടപ്പിലേക്ക് എടുത്തിട്ട്, അടപ്പ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്, അപ്പോൾ അടപ്പിലേക്ക് എടുത്തിട്ടാണ് ഞാൻ പകുതിയോളം എടുത്തിട്ട് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അതൊന്ന് മീൻ വെന്ത് വരാൻ ഒരു ഏകദേശം 20 മിനിറ്റോളം പിടിക്കും. അങ്ങനെ 20 മിനിറ്റോളമൊക്കെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അപ്പോൾ കറിയൊക്കെ ഒന്ന് കുറുകി വരും കേട്ടോ.
അതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്നാം പാലവിടെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, നാളികേരത്തിൻ്റെ ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വിനാഗിരി ചേർത്തു. ഇനി അതാ കുരുമുളക് പൊടി ലേശം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേർക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ചേർക്കണ്ട, കാരണം കുറേശ്ശെ ചേർത്താൽ മതി. പച്ചമുളകിൻ്റെ എരിവും ഈ കുരുമുളകിൻ്റെ എരിവും മാത്രമേ ഇതിലേക്ക് ഉണ്ടാവുള്ളൂ. എരിവ് മുൻപന്തിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഏകദേശം നമ്മുടെ ഇഷ്ടത്തിൻ്റെയൊക്കെ പോലെ എരിവില്ലാത്തൊരു കറി പോലെ തന്നെയാണിത്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക. നന്നായി തിളച്ച് വറ്റിയിട്ടുണ്ട്, അതുപോലെ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നല്ല കട്ടിയിലുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കണ്ട കേട്ടോ. അപ്പോൾ പിരിയുന്ന പറയുക. അപ്പോൾ ആ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം അതിൽ പാത്രത്തിൽ പറ്റി പിടിച്ചതൊക്കെ ഞാൻ കൈകൊണ്ടൊന്ന് തുടച്ചിട്ട് കൊടുത്തു കേട്ടോ. ഒന്നിങ്ങനെ തിള വരണേ ഉള്ളൂ. ഈ സമയത്ത് നമ്മൾ കുറച്ചും കൂടിയും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തക്കാളി ബാക്കി കഷ്ണങ്ങളുണ്ട്, അതൊരു ഭംഗിക്ക് എന്നുള്ള പോലെ അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം തക്കാളിയും ഇട്ട് കൊടുക്കാം, അതുപോലെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് തള വരണമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കാം. തീ ഓഫാക്കിയിട്ട് നമുക്ക് ഇത്തിരി കറിവേപ്പിലയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ഇട്ട് കൊടുക്കാം. ആ സമയം ഒന്ന് മെല്ലെ അടച്ച് വെക്കാം ഒരു സൈഡ്. അപ്പോൾ ഈ അടച്ച് വെക്കുമ്പോൾ അടപ്പിൻ്റെ വെള്ളം എനിക്ക് വീഴാത്ത രീതിയിൽ ഒരു സൈഡ് ഒന്ന് തുറന്ന് വെച്ച് അടയ്ക്കുക, കാരണം ആ മണം പോവാതിരിക്കാൻ, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചുള്ള മണം പോവാതിരിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ തക്കാളിയും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അതുപോലെ ഇനി അതിലേക്ക് ഞാൻ കറിവേപ്പിലയും അതുപോലെ വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളിനി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരച്ച ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നമ്മുടെ അയില വെച്ചിട്ടല്ലേ, കുഴപ്പമൊന്നുമില്ലാന്നേ, വെട്ടുമീനൊന്നും മേടിക്കണ്ട, നമ്മുടെ അയില വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശയ്ക്കാണെങ്കിലും ചോറിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും ഏതിൻ്റെയും ഒപ്പം കഴിക്കാം കേട്ടോ. പിന്നെ നമ്മളിതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മൾ തീ ഓഫാക്കിയിട്ട് കറന്ന് തിളയ്ക്കും, മൺചട്ടി ആയിട്ട് തിളയ്ക്കുമല്ലോ. അതിന് ശേഷം ആ മണം മതി നമുക്ക്. ഒരു രക്ഷയില്ല എന്ന് പറയില്ലേ, ആ ഒരു മണം ഒരു പ്രത്യേക മണം തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്, പൂരി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ മീനും വറുക്കുന്നുണ്ട്, അയില, ബാക്കിയുള്ള അയില വറക്കണമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കറികളും ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ച. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു. ഈ ഫിഷ് മോളിയുടെ മണും അതുപോലെ തന്നെ ഇതിൻ്റെ കളറും കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും കേട്ടോ. അപ്പോൾ ഇതാ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ടിഫിനും ഊണും ഒക്കെ കുശാലായിട്ടുണ്ട് കേട്ടോ.